ബൗ ബൗ. എന്റെ പേര് കുട്ടു. ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഗുഡ് ടച്ച് ബാഡ് ടച്ച്, അതായത് നല്ല സ്പർശം ചീത്ത സ്പർശം. പക്ഷേ കുട്ടു, നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? മിന്നു, കാരണം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ശരീരം വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അത് സുരക്ഷിതമാക്കുന്നതിലൂടെ നമ്മളും സുരക്ഷിതരാകുന്നു. നമ്മുടെ ശരീരത്തിൽ തെറ്റായി ആര് തൊട്ടാലും നമ്മൾ മനസ്സിലാക്കി പ്രതികരിക്കണം. അതെ, മിന്നുവും ലച്ചുവും ഇന്ന് ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനാ, നിങ്ങളും കൂടുവല്ലേ? വീഡിയോ മുഴുവനായി കാണണേ. ഹലോ കൂട്ടുകാരെ, പഞ്ചാര ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. എന്റെ പേര് മിന്നു. ഞാനൊരു പൂച്ചയാണ്, ക്യാറ്റ്. എനിക്ക് കളിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്കിന്ന് എന്റെ കൂടെ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പഠിക്കണോ? വരൂ. ഹായ്, ഞാനാണ് കുട്ടു. ഞാൻ മിന്നുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഒരു ഡോഗാണ്. ഞാനിന്ന് നിങ്ങൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച്, അതായത് നല്ല സ്പർശം ചീത്ത സ്പർശം ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ മിന്നുവിനെ പോലെ ശ്രദ്ധിച്ചു പഠിക്കണം, കേട്ടോ? പിന്നല്ലാതെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കും അല്ലേ? അല്ല കുട്ടു, ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നാൽ എന്താ? നല്ല ചോദ്യം. അത് നമുക്കൊരു കഥയിലൂടെ പഠിക്കാം, അല്ലേ? നമുക്ക് ലച്ചുവിന്റെ കഥയിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. ലച്ചുവിന്റെ അമ്മയും കൂടെയുണ്ട്. അമ്മേ, ഇന്ന് ക്ലാസ്സിൽ ഒരു കുട്ടി ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ആ, അമ്മ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ലച്ചുമോളെ, നിന്റെ ശരീരത്തിൽ ആര് തൊട്ടാലും അത് നിന്റെ അനുവാദത്തോടു കൂടി ആയിരിക്കണം. ഗുഡ് ടച്ച് അഥവാ നല്ല സ്പർശം ഈ അമ്മ കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതോ നിന്റെ കൂട്ടുകാരുമായി കൈ പിടിക്കുന്നതുമോ? സേഫ് സ്പേസ്, അതായത് നിനക്ക് വിശ്വാസമുള്ള ആൾക്കാർ മാത്രമേ നിന്റെ സേഫ് സ്പേസിൽ കയറി വരാവൂ. അല്ലാത്തവരിൽ നിന്നും അല്പം അകലം പാലിച്ചു വേണം നിൽക്കാൻ. നിന്റെ ഇഷ്ടമല്ലാതെ നിന്റെ ദേഹത്തിൽ ആരെയും തൊടാൻ അനുവദിക്കരുത്, കേട്ടോ? അതെങ്ങനെ ഞാൻ തിരിച്ചറിയും? അത് മോൾക്ക് മോളുടെ മനസ്സ് പറഞ്ഞു തരും. നിനക്ക് വേദനയോ പേടിയോ ദേഷ്യമോ തോന്നിയാൽ അത് ബാഡ് ടച്ചിലാണ് ഉൾപ്പെടുക. ഓക്കേ. മോൾ ഇങ്ങോട്ട് നോക്കിയേ. ഈ സ്വിംസ്യൂട്ടിൽ ഇട്ട് മറച്ചു കാണിക്കുന്ന സ്ഥലമാണ് പ്രൈവറ്റ് പാർട്സുകൾ. ഇവിടെ ആരെയും സ്പർശിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. അത് ബാഡ് ടച്ച് ആണ്. ഇതാണോ സ്വിംസൂട്ട്? അതെ. നിന്റെ നെഞ്ചു ഭാഗം, പിന്നെ പുറം ഭാഗവും താഴെ നമ്മൾ അണ്ടർഗാർമെന്റ്സ് ഇടില്ലേ, അതാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സ്. അതെ. അപ്പോ ബോയ്സിനോ? അവർക്കും ഇത് തന്നെയാണ്. ചെസ്റ്റ് ഏരിയ പറയാറില്ലെങ്കിലും അവർക്കും ഇതൊക്കെ ബാധകമാണ്. അങ്ങനെ അവരുടെ ശരീരത്തെ മാറ്റിക്കാണേണ്ട, കേട്ടോ? എനിക്കിപ്പോ മനസ്സിലായി. അല്ല, ആരെങ്കിലും എന്നെ ബാഡ് ടച്ച് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? 1, നോ അല്ലെങ്കിൽ തൊടരുത് എന്ന് ഉറക്കെ പറയണം, ഉച്ചത്തിൽ പറയണം. 2, അവിടെ നിന്നും ഓടി ആളുകളുടെ സ്ഥലത്തിലേക്ക് മാറണം. 3, നിനക്ക് വിശ്വാസമുള്ളവരോട്, അതായത് അമ്മയോടോ അച്ഛനോടോ ടീച്ചേഴ്സിനോടോ പെട്ടെന്ന് പോയി പറയണം. ഒരു കാരണവശാലും പേടിക്കരുത്. നിങ്ങളെ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലും തുറന്ന് എന്തുണ്ടെങ്കിലും പറയണം. അമ്മ എന്നും മോളുടെ കൂടെ ഉണ്ടാകും. പ്രോമിസ് ചെയ്യ്. ഓക്കേ അമ്മേ. പ്രോമിസ് അമ്മേ. ഞാൻ അമ്മയോടും എനിക്ക് വിശ്വാസമുള്ളവരോടും ഒക്കെ പറയാം. മനസ്സിലായോ മിനു, എന്താണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന്? എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കോ? ബാഡ് ടച്ച് ചെയ്താൽ എന്താ ചെയ്യുക? നോവെന്ന് പറയും, ഉച്ചത്തിൽ പറയും, അവിടെ നിന്നോടിയാൾ
വിശ്വസ്തരോട് പറയും. ഏയ്, ഇനി നമുക്ക് ഒരു ഗെയിം കളിച്ചാലോ? ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ എനിക്ക് അതിന് ഉത്തരം നൽകണം. റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യം, ആരെങ്കിലും പ്രൈവറ്റ് സ്പാട്ടിൽ ടച്ച് ചെയ്താൽ, അതായത് സ്പർശിച്ചാൽ, ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ? അതെ, ബാഡ് ടച്ച്. അമ്മ സ്നേഹത്തോടെ തലോടിയാലോ? അതെ, ഗുഡ് ടച്ച്. നിങ്ങൾക്ക് അറിയാത്തവരായോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലോ ആരെങ്കിലും ഉമ്മ വെക്കാൻ നോക്കിയാലോ? ബാഡ് ടച്ച്. ഓക്കെ, നിങ്ങൾ ബാഡ് പീപ്പിളിനെ നേരിടാൻ തയ്യാറായിരിക്കുന്നു. ഏയ് മിന്നു, അവർക്ക് ഈ സൂപ്പർ ഹീറോ ശക്തി കിട്ടിയിരിക്കുന്നു, നിനക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പഞ്ചാര ചാനലിലെ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.